സോ ഹലോ ഗായ്സ്, ഈ വണ്ടി എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയത്തുണ്ടാവില്ല. ഇതാണ് നമ്മുടെ മാസ്ഡ RX-8. ഇത് ചുമ്മാ ഫ്രീ ആയിട്ട് പൊക്കിയതാണ്. സൺറൂഫ് തുറക്കുന്നതുള്ള അതിൽ ചാമ്പ്യതാണ്. എന്നിട്ട് ഇത് നമ്മുടെ കാർ കളക്ഷൻ വീഡിയോ പ്ലസ് ഓഫ് റോഡ് വീഡിയോ ആണ്. ഇത് നല്ല സൂപ്ര. ഇത് ലാൻഡ് ക്രൂസറിൻ്റെ സ്റ്റിയറിംഗ് അവിടെ ബഗ്ഗായിട്ട് കിടപ്പുണ്ട്. ഇതിൽ ആ ലോഗോ ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് വീലി അടിക്കേ, അത് ഞാൻ പിന്നെ കാണിച്ചുതരാം. നമ്മുടെ M3 GTR ഇന്നലെ വെറും 20,000 നോക്കിയതാണ്. ഇത് 2 ലക്ഷത്തിൻ്റെ ഇതാണ് ഇൻ ഗെയിം മണി. ഇതിന് വാങ്ങിക്കണമെങ്കിൽ 2 ലക്ഷം ഇൻ ഗെയിം മണി വേണം. പിന്നെ ഇതാണ് നമ്മുടെ സിവിക്ക്. ഇത് ഞാൻ ചുമ്മാ ഷോയിന് പൊക്കിയതാ. മറ്റേ ലാവൻഡർ പേളിൻ്റെ സെറ്റപ്പ്. ലാവൻഡർ പേളിൽ ഇപ്പം കാണിച്ചത്. സോ ചിലർക്ക് ലാവൻഡർ പേളിനെ അറിയത്തുണ്ടാവില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഇതാണ് നമ്മുടെ ലാവൻഡർ പേൾ. ഓൺഡ് ബൈ ആരെങ്കിലും ആട്ടെ. സോ നെക്സ്റ്റ് നമ്മുടെ M3 E92. ഇത് ഞാൻ എത്ര നോക്കിയ? ഇത് ഞാൻ 20 തന്നെ നോക്കിയ. 20,000 എത്ര പറയില്ല. ഇത് ഞാൻ ഇന്നലെ വൈപ്പർ ട്രേഡ് ചെയ്തിട്ടാ. ഇതിൽ വൈപ്പർ ഉണ്ടായിരുന്നു. വൈപ്പറോടെ പ്രീമിയം USA സ്പോർട്ട്. ആദ്യം തന്നെ വൈപ്പർ വന്നു. ഇതില്ലേ കാണിച്ചു തരാമേ ഇതിൻ്റെ മോഡിഫിക്കേഷൻസ്. ഇതില്ല. ഇത് 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 ഇങ്ങനെയായിരുന്നു എൻ്റെ വൈപ്പർ. ഇതും പിന്നെ ബ്ലാക്കും. ഇത് ഞാൻ ട്രേഡ് ചെയ്തിട്ട് ഇവരെ കിട്ടി. വന്നപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു. കാണിച്ചു തരാവേ എങ്ങനെ ഉണ്ടായിരുന്നത്. ഇവിടെ ഒന്ന് ചേട്ടാ 90 ഓക്കെ. എന്നിട്ട് കറുപ്പടിച്ചേക്കുക. ഇതിങ്ങനെ. എന്നിട്ട് വിൻഡോ ഫുള്ളിങ്ങനെ ബ്ലാക്ക് ആയിരുന്നേ. ബ്ലാക്ക് ഫുള്ള് ബ്ലാക്ക്. ഞാൻ ജനലിൻ്റെ താത്തിട്ട് ബ്ലാക്കിൽ നിന്ന് മിഡ് നൈറ്റ് പർപ്പിൾ ആക്കി. എന്നിട്ട് GTRൻ്റെ സെറ്റപ്പൊക്കെ ആക്കി. അപ്പം എങ്ങനെ ഇരിക്കുന്നുണ്ട് വണ്ടി? കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. ഞാൻ ബമ്പറൊക്കെ സെറ്റപ്പ് ആക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ സ്പോയിലറും ഇല്ലായിരുന്നു. ഇത് കാർബൺ ഫൈബർ ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ ചുമ്മാ ചാമ്പിയേ. പിന്നെ ബമ്പർ ഞാൻ ഏതൊക്കെ വെക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ഇത് മതി. ഇതല്ലേ ഇത് പിന്നെ ബേക്കിൽ ഇത് മതി. ഇത് മതി. എന്നിട്ട് എന്നിട്ട് ഇതാണോ നല്ലത്. അത് കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ലെക്സസിന് വാങ്ങിക്കാനുള്ളതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം മറന്നുപോയി. ഇപ്പോൾ നോക്കിക്കോണേ എത്ര HP ഉണ്ടെന്ന് നോക്കിയേ. 1540 എന്ന് വെച്ചാൽ 1540 1540. പക്ഷെ നമ്മുടെ കയ്യിൽ W16 എഞ്ചിനില്ല. എന്തുകൊണ്ടാണെന്നറിയാം നമുക്ക്. ഇത് ഗെയിം ഗാർഡിയൻ കൊണ്ട് ഉണ്ടാക്കിയ വണ്ടിയാണ് മച്ചാന്മാരെ. മറ്റേ നമ്മൾ ഓൺലൈനിൽ കയറുക. ഇന്ത്യൻ അല്ല, നമുക്ക് ഏത് സെർവറിലാണ് പോകേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇംഗ്ലീഷിൽ പോവുക. എന്നിട്ട് നെക്സ്റ്റ് മൗണ്ടൻസ് എടുത്ത് ജോയിൻ ചെയ്താൽ ചെക്കന്മാർ മൊത്തം ഹെൽക്കാറ്റ് അങ്ങനത്തെ വണ്ടിയിലൊക്കെ വരത്തുള്ളൂ. ഇതെൻ്റെ ഇങ്ങനെ ഇനിയും വണ്ടിയുണ്ട്. ഇത് സിവിക്ക്. ഇതേതോ ഓർത്തൻ. ഇത് പിന്നെ സിവിക്ക്. ഇതേതാ? ഇത് ഞാൻ കാണിച്ചതാ. ഇത് പുജോട്ട് 300. ഇതെന്തോ തേങ്ങ ഫെരാരി അങ്ങാണ്ട്. അവിടെ മിയാറ്റ. പിന്നെ ഇതിനൊക്കെ കാണിച്ചു. ഇത് എന്തോ പോലീസ് വണ്ടിയാ. ക്രൗൺ വിക്ടോറിയ. ഇതിനെ തെരിയാത്. ഇത് കാഡിലാക്ക് എസ്കലേഡ് FBI എഡിഷൻ. ഇത് ഞാൻ ചുമ്മാ എടുത്താ. എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഇത് ഡൗൺ അല്ലല്ലോ. അവിടെ അത് അപ്പിന്നടുത്ത് അപ്പല്ലല്ലോ. 2 ജംപ്സിനടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാനടുത്ത്.
പിന്നെ ഇത് കാഡിലാക്ക് CT5. ഇതിനെ കാണിച്ചു നമ്മുടെ GTR. പിന്നെതാ ഹെൽക്കാറ്റ്. ഇത് മറ്റേ ഞാൻ SRT ലോഗോ ചെയ്യാൻ നോക്കിയതാ, പക്ഷെ ചോപ്പ് ക്യാറ്റായി പോയി ഹെൽക്കാറ്റിൻ്റെ പകരം. പിന്നെ നമ്മുടെ M4 ഇതിൻ്റെ ക്ലീൻ ആക്കി. കാർബൺ ഫൈബർ റൂഫ്. ഇതെൻ്റെ ബെസ്റ്റ് മച്ചമ്പി തന്നാണ്. വെറും 12 മില്യന് സീനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് കിട്ടിയത് ഫുള്ള് ക്ലീൻ ആയിരുന്നു. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് തന്നെ കോപ്പി ചെയ്തേ. അതിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് നോക്കട്ടെ, കാണിച്ചു തരാവേ. സോ നമ്മുടെ ബ്രോയിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണ ഇതുണ്ട്. ഇതാണ് ഞാൻ വാങ്ങിക്കണ. നമ്മുടെ മച്ചമ്പിയുടെ പേര് TGM ലിയോ. ഇതുണ്ടോ, ഇതാണ് നമ്പർ. പിന്നെ ഇതാണ് നമ്പർ നോക്കിക്കോണേ. KL1C777. അല്ല 7777. പിന്നെ 4 മില്യന് അത് കാണിക്കാൻ പറ്റത്തില്ല. ബാക്കടി. ഓക്കെ, 4 മില്യൺ എന്നുള്ളത് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെയാണ് സ്റ്റിയറിംഗ് തോണ്ട് ഇവിടെ കിടക്കില്ലേ സ്റ്റിയറിംഗ് കണ്ടത്. ഇത് ഈ ലാൻഡ് ക്രൂസറിൻ്റെ ബൈക്ക് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് ഇവിടെ കിടക്കുന്നത്. ഞാൻ ലിഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം അതിനെ. ഇതിനും കൊണ്ട് ഓഫ് റോഡ് ചെയ്യണം നമ്മൾ. ഇത് മെർസഡീസ് ആക്ട്രസ്. ഞാൻ ചുമ്മാ കാർഗോ ജോബിന് വേണ്ടി എടുത്തതാണ്. നമ്മുടെ കൊമ്പൻ ബോംബെ ചാപ്റ്റേഴ്സ്. പിന്നെ നെക്സ്റ്റ് M4. ഇത് ഐൽ ഓഫ് മാൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറിലാണ്. പിന്നെ ഇത് ലോഗോ നോക്കിക്കോട്ടെ, ഞാൻ കിടിക്കോ ഇല്ലയെന്ന് പറഞ്ഞേ നിങ്ങൾ. ഇങ്ങനെയുണ്ട് ലോഗോ. ട്യൂട്ടോറിയൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നല്ല കഷ്ടമാണ്. ഞാൻ തന്നെ മറന്നുപോയി. എന്നിട്ട് നെക്സ്റ്റ് നമ്മുടെ ഇതിൻ്റെ ലോഗോ ഫുള്ള് ബാഗായി ഗ്ലിച്ചായി എന്തൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തു. ഇത് നമ്മൾ TGM ലിയോ മച്ചാൻ തന്നെ തന്നാണ്. ഇത് വെറും 11 രൂപയ്ക്കാണ്. ഈ വണ്ടി തരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയത്. ഇത് നമ്മുടെ TGM മച്ചാൻ വെറും 11 മില്യന് അല്ല 11 അല്ലല്ലോ 10 മില്യന് തന്നു. ബാക്കിൽ വെക്കണോ? ബാക്കിൽ ഇച്ചിരി കുഴപ്പമില്ല. പിന്നെ നമ്മുടെ M5. ഇത് ഏതോ ഒരുത്തൻ തന്നാ, ആര് തന്നൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ജാമ്പി എവിടെ ഇത്? അത്രയും ഇതിലായിരുന്നല്ലേ. ഇതെവിടെ ഇതില്ല. ഇതാണോ? ഇതല്ല ഏതായിരുന്നു ഇത്? കൂട്ട് കിട്ടുന്നില്ലല്ലോ. താണ്ട് നടക്കണേ. ഇൻവിസിബിൾ ആക്കിയാലേ ഇതാവുണ്ട്. ഇങ്ങനെയാണ് മച്ചമ്പി തന്നെ. എത്രയൊക്കെ വാങ്ങിച്ചെന്ന് പറയണോ? ചങ്ക തെറിച്ചു പോകും മക്കളെ. ഇത് നമ്മള് 48 മില്യൺ വാങ്ങിച്ചേ. അയ്യോ, നല്ല പ്രൈസാണ് ഇതിന്. 48 മില്യൺ എന്ന് പറയുമ്പോൾ. ഇത് നമ്മുടെ ക്ലാസ് അല്ലല്ലോ, C63. നമ്മൾ മച്ചമ്പി S63 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ S63 എന്നാണ് വിളിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ S63. മഞ്ഞൾ ടാക്സ് ഓടിക്കാൻ പോയതാ, മൊത്തം കൊളായി. പിന്നെ 4 മില്യനുള്ള ഐറ്റാണിത് കാണിച്ചത്. സോ ഇത് നമ്മൾ 11 മില്യൺ വാങ്ങിച്ചു. ഇനി ഞാൻ സ്കിപ്പ് ചെയ്യാവേ, അത് വെയിറ്റിംഗ് കുറേ ഉണ്ട്. ഇത് നമ്മൾ അളിയെ ഹോൺ അടിച്ചുകൊണ്ട് വരുവേ. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എപ്പോഴേലും ഇപ്പോൾ കട്ട് ചെയ്യേ. മച്ചമ്പി വന്ന്. എങ്ങനെയുണ്ട് വണ്ടി? മാസമായിട്ടിരിപ്പുണ്ടല്ലേ. പക്ഷേ ചില ഐറ്റംസ് വണ്ടിയുടെ കിട്ടിയില്ല നമുക്ക്. ഇപ്പോൾ ഞാൻ ഇച്ചിരി സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്.
നമ്മളെ ലിയോ ചേട്ടൻ തന്ന പോലെയല്ല വെച്ചേക്കണേ, പക്ഷെ ഇച്ചിരി ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട്. ഇത് മാസായിട്ടാണ് മക്കളെ, മാസ് എന്ന് വെച്ചാൽ സീന് പറയാൻ പോലും പറ്റത്തില്ല, അത്ര നല്ലതാണ്. സോ ഇത് നമ്മൾ ചാമ്പി, എന്നിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ലിഫ്റ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഈറ്റൊക്കെ കിട്ടിയില്ല. ഉണ്ട് ടയറൊക്കെ ഡിഫൻഡറിൻ്റെ ഈ ഗെയിമിൽ കിട്ടുന്ന ടയർസാണ് ഇവിടെ പോയി യൂറോപ്പ് ഓഫ് റോഡ് താണ്ടിരിക്കും നമ്മുടെ ഡിഫൻഡർ. ഓക്കെ, ഈ ടയർസ് എടുക്കാൻ നോക്കിയതാ, പക്ഷെ ആ ടയർസിന് എത്ര ഇതാന്ന് കാണിച്ചു തരാവേ. നല്ല എക്സ്പെൻസീവാണ് മക്കളെ. ഡിഫൻഡർ എന്നൊക്കെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ചെയ്യാൻ പറ്റുമേ. ലാൻഡ് റോവറിൻ്റെ ലോഗോ ഇവിടെ, എന്നിട്ട് നെക്സ്റ്റ് ഇവിടെ ഒരെണ്ണമുണ്ട്, പുറത്ത് ഒരെണ്ണമുണ്ട്. ഓക്കെ ഓക്കെ, സോ ഇത് ചക്രം ഇവിടെ കണ്ടുപിടിക്കാനും കഷ്ടം, എടുത്തിടാനും കഷ്ടം, കാരണം തത്തി കോയിനില്ല. കാണിച്ചരാ അതിൻ്റെ ചക്രം അവിടെ പോയി കിടക്കണോ ഈ ചക്രം. കാണ്ട് ഇതാണ് ചക്രം. ഇവിടെ കോയിൻ നോക്കിയാൽ ഞാൻ ടിക്ക് ഞെക്കി, കയ്യില്ല പൈസ ഇല്ല, പൈസ ഇല്ല. ഇത് നമ്മുടെ ലിയോ ബ്രോ തന്നല്ല, പക്ഷെ ഞാൻ 1.3 മില്യൺ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ അത്ര റിച്ചൊന്നുമില്ലായിരുന്നു, വെറും 1.3 മില്യൺ ഉണ്ടായിരുന്നു. വാങ്ങിച്ചപ്പോൾ നമ്മളെ ഓറഞ്ചായിരുന്നു, കറപ്പിച്ചു. എങ്ങനെയായിരുന്നു വാങ്ങിച്ചപ്പോൾ എങ്ങനെ കിട്ടിയെന്ന് അറിയാമോ? സ്റ്റോക്ക് ഇത് സ്റ്റോക്ക് ബമ്പർ, ഈ ബമ്പർ ഇത് ഇതിങ്ങനെ. എന്നിട്ട് ഞാൻ ഈ ഐറ്റം വെച്ചു ഇവിടെ മുകളിൽ കാണുന്നുണ്ടാ, മുകളിലത്തെ ഫോഗ് ലാമ്പ് വെച്ച്. നെക്സ്റ്റ് ഇത് VIP അത് റിമൂവ് ആണ്. പിന്നെ ഇത് ഇച്ചിരൂടെ നല്ലതാണ്, പക്ഷെ ഞാൻ അതന്നെ വെച്ചു സ്റ്റോക്ക്. ഇതിന് ഇത്തിരി അത്ര ലൈറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് വെച്ച്. എന്നിട്ട് ബോട്ടൊന്നും വേണ്ട, ബൈക്ക് വേണമെന്നുണ്ടായിരുന്നു. ഇത് കണ്ടോ, റെയിൻബോ ബൈക്കാണ് മക്കളെ, റെയിൻബോ. പക്ഷെ അത് പ്രീമിയമാണ്. പ്രീമിയം അല്ലെങ്കിൽ ഞാൻ പേട്ടെന്നൊക്കെ ചാമ്പ്യൻ മക്കളെ. ഇപ്പോഴും കോയിൻസ് ഉണ്ടായിരുന്നു. ഇത് ക്രിസ്മസ് ട്രീ, സ്നോമാൻ. ഇത് ഡോർ, വിത്ത് ഡോർ, വിത്തൗട്ട് ഡോർ, പകുതി ഡോർ, ഇതും പകുതി ഡോർ. പക്ഷെ നമ്മൾ ഇത് വെച്ചു. ഇതും കട്ട് ചെയ്താൽ പറ്റത്തില്ല അല്ലേ, അപ്പോൾ ഈ ഡോർ വെക്കാം. നെക്സ്റ്റ് നമ്മുടെ ജീവാഗൻ. എന്തിനാ ബുലേറോ എന്നൊക്കെ വരച്ച് വെച്ചിരിക്കണമെന്ന് അറിയാമോ? ബാക്കിൽ നോർമൽ, ഇപ്പുറത്ത് ബുലേറോ. 2020 ബുലേറോ ആക്കാൻ നോക്കിയതാ. ഇതിനൊരു ട്യൂട്ടോറിയലും ഇല്ല. പിന്നെ ഭയങ്കര സമയം എന്ന് വെച്ചാൽ സമയം ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇച്ചിരി നേരം ചുമ്മാ ഇരിക്കുകയായിരുന്നു വീട്ടിൽ, കുറേ സമയം, ഒട്ടുക്കത്തെ സമയം എന്ന് വെച്ചാൽ ഒട്ടുക്കത്തെ സമയം അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഐഡിയ തോന്നി, പോലീസ് ബുലേറോ കിട്ടി. വരുത്ത വേറെ 3000 തന്ന്, എന്തല്ല ഐറ്റാന്ന് നോക്കി. നമ്മുടെ മറ്റേ ആ ചേട്ടൻ്റെ പേരെന്താ, നവൻ വൈറ്റിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു, ആ ജീവാഗൻ. ഇപ്പോൾ അവിടെ ഇല്ലേ ആ വെള്ള കളറ്, അത്. എന്നിട്ട് അതിൽ നമ്മുടെ പോലീസ് ലൈറ്റ്സ്, കേരള പോലീസിന് പോലെ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എന്താ വിചാരിച്ചെന്ന് ബാക്കി ഞാൻ പറയണോ? ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. പിന്നെ ഞാൻ പോലീസ് ബുലേറോനെ നോക്കി, അല്ല പോലീസ് ഇതിൻ്റെ പേരെന്താ, ജീവാഗനെ നോക്കി. എന്നിട്ട് അതുകൊണ്ട് ഇത് കിട്ടി. എന്നിട്ട് ഞാൻ ബുലേറോ ആക്കി. ഓക്കെ, ഇതുകൊണ്ട് ഇങ്ങനെ ഇതിന് നമ്മൾ പഴയ ബുലേറോ ആക്കും. ഇത് കാണിച്ചുതരാം, അറിയത്തില്ല. മറ്റേ ബുലേറോ ക്യാമ്പറില്ല പഴയതുപോലത്തെ, അതിൻ്റെ പോലത്തെ ആക്കും. പക്ഷെ നോർമലായിട്ടുള്ള പെട്ടി പോലത്തെ ഉള്ളു ബുലേറോ. പിന്നെ ഇതിനെ കുറിച്ച് പറയണോ? ലാ ഫെരാരി
FXXKൻ്റെ പോലെ ആക്കിയതാണ്. പിന്നെ ഇത് വെച്ചൊരു ചാമ്പ്യൻ വണ്ടിയാണ്. ഇത് കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടമില്ല. സോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഏത് വണ്ടിയിലാണ് പോണേ? അത് നമുക്ക് ബുലെറോ എടുക്കാം. ഇത് നമ്മൾ ഓഫ് റോഡ് മാപ്പിൽ കയറണം. അവിടെ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഗിഫ്റ്റ് ബോക്സ്. അതിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ വന്നേക്കുന്നത്. അതിലോട്ട് എത്ര നല്ല പണി കിട്ടും, അതുകൊണ്ടാണ്. ഏത് ഓൾ വീൽ ഡ്രൈവ് അല്ലേ? ബുലേറോ കൊണ്ട് എങ്ങനെ അതിൽ കയറണമെന്ന് പഠിപ്പിച്ചു തരാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് വണ്ടി ഉണ്ടോ, നമ്മുടെ മറ്റേ ഇതില്ലേ 6x6 ജി വാഗൻ, അതാണെങ്കിൽ പിന്നെ ഒന്നും ചോദിക്കണം, പിന്നെ അടുത്ത് കയറിക്കോ. മറ്റു ജി വാഗൻ ഞാൻ ഇച്ചിരി ബോഡി കിറ്റൊക്കെ സെറ്റപ്പാക്കിയില്ലായിരുന്നോ അവിടെ ഇരുന്നിട്ട്, അതും എടുത്തോളി, അതും നല്ലതാണ്. ഇതിനും സെയിം എഞ്ചിനാണെന്ന് തോന്നണേ. പക്ഷെ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ കയറ്റുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ കയറ്റേണ്ടി വരും. ഈ ജി വാഗനും ആ ജി വാഗനും ഓൾമോസ്റ്റ് സെയിമാണ്. അപ്പം ഞാൻ എങ്ങനെ കയറ്റുന്നത് അങ്ങനെ കയറ്റിക്കോ. കയറുന്നില്ല അല്ലേ? ഹാൻഡ് ബ്രേക്ക് കിട്ടും. CPM 1 മറ്റേ CPM 2 പോലെ അങ്ങനെ നിർത്തി വെക്കത്തില്ല, വിടാൻ സമ്മതിക്കും ഇവർ. വണ്ടി പക്ഷെ ഭയങ്കര ചളിയാവും മക്കളെ, ഒടുക്കത്തെ ചളി. കയറില്ലായിരുന്നോ? ഇവിടെ ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഇടണ്ട, ഇവിടെ ഇങ്ങനെ വിട്ടു പോയാൽ മതി. ഓൾ വീൽ ഡ്രൈവിൽ തന്നെ ഇടണം നിങ്ങൾ. പഴയ LC എന്ന് വെച്ചാൽ LC 150 അത് എടുത്താൽ നമുക്ക് ഡ്രിഫ്റ്റ് മോഡിലൊക്കെ ഇട്ടിട്ട് കയറാൻ പറ്റും. നിങ്ങൾ ഇതിൽ കൂടെ കയറിയാൽ മതി, ഇവിടെ ഇച്ചിരി കൂടെ സിമ്പിളാണ് അല്ലേ? എവിടെ കയറിയാലും ഒരേ സ്ഥലത്തല്ലേ ഇട്ടുള്ളൂ. ഹാൻഡ് ബ്രേക്ക് എന്തായാലും ഇട്ടോളി, ഇത് നല്ല ഇതാ. വണ്ടി എന്തായാലും നല്ലോണം കയറും, ഹാൻഡ് ബ്രേക്ക് ഇട്ടിങ്ങനെ കയറ്റിയാൽ. റിയൽ ലൈഫിൽ അത് നടക്കാത്തില്ല, കാരണമില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ട വണ്ടി മുമ്പിലോട്ട് പോകത്തില്ല. CPM 1 ഇങ്ങനെയുണ്ട്, പക്ഷെ CPM 2 ഇങ്ങനെ ഇല്ല, കാരണം CPM 1 ബെറ്റർ. ഇങ്ങനെ ഇട്ടാൽ വണ്ടി റോൾ ആവത്തില്ല, ബാക്കോട്ട് നോക്കണേ. ഇത്തിരി സ്പീഡിൽ തന്നെ നിൽക്കൂത്. ഇത്തിരി റോഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് താത്തിക്കോ, എന്നിട്ട് പറപ്പിച്ചോ. റോഡ് ഇങ്ങനത്തെ ഇമാതിരി കയറ്റാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് കയറ്റിയില്ലെങ്കിൽ ചാമ്പും. ഞാൻ CPM 1 എല്ലാ വണ്ടിയും കണ്ടിട്ടുണ്ട്. CPM 1 മോസ്റ്റ് വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഓടിക്കാത്ത വണ്ടികളും ഉണ്ട്. എൻ്റെ പഴയ അക്കൗണ്ടിൽ കോയിൻ അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും OP അക്കൗണ്ടായിരുന്നു. വണ്ടിയൊക്കെ ചറപറ കിടക്കുമായിരുന്നു മക്കളെ. ചിലത് ഫസ്റ്റ് ഹാൻഡ്, ബാക്കി ഭയങ്കര സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. വണ്ടി മൊത്തം ഞാൻ സെക്കൻഡ് ഹാൻഡേ വെക്കാറുള്ളൂ. സെക്കൻഡ് ഹാൻഡിൽ ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കും. പിന്നെ ലിവറിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും അവന്മാർ. അതുകൊണ്ട് ആ ലിവറിയിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് കൊള്ളത്തില്ലേലും അങ്ങനെ വാങ്ങിക്കണം. ചിലവന്മാർ ബുദ്ധിയില്ലാത്തവങ്ങളില്ലേ, 6000-ൻ്റെ സ്റ്റിക്കറൊക്കെ എടുത്തിടും.
എന്നിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ നല്ല സെറ്റപ്പ് ആക്കി വെച്ചാൽ നമുക്ക് നല്ല വണ്ടി കിട്ടും, നല്ല ഡിസൈനൊക്കെ. പിന്നെ നമ്മുടെ ഈ ബുലേറോയുടെ ഡിസൈന് ഇതുവരെ ആരും ഇട്ടിട്ടില്ല. ഞാൻ എപ്പോഴേലും മറ്റേ ജി വാഗൺ വാങ്ങിക്കുവാണെങ്കിൽ, സെക്കൻഡ് ഹാൻഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസൈന് എടുക്കാം. പഴയ ബുലേറോയുടെ ഇത് ആക്കിത്തരാം. ഇത് 2020, 2019 ഉള്ളതില്ലേ, മഞ്ഞ ഇൻഡിക്കേറ്ററിൻ്റെ ഇത് വരത്തില്ലേ, അതുപോലത്തെ ആക്കിത്തരാം. ഇത് 2020 തൊട്ടുള്ള ബുലേറോയാണ്. CPM 2-ലില്ലേ, ഇപ്പോൾ ഒരു ജി വാഗൺ ഉണ്ടെന്ന് വിചാരിച്ചു കടയിൽ, പിന്നെ ഒരു ജി വാഗൺ വേറെ ഡിസൈൻ ആക്കണമെന്ന് വിചാരിക്കും. അതിനുണ്ട് വേറെ ജി വാഗൺ. എത്ര വണ്ടി വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഉണ്ടോ? ഇതാണ് നമ്മുടെ ഇതിപ്പോൾ നമ്മൾ എടുക്കണില്ല, കാരണം നമ്മുടെ ലാസ്റ്റ് LC ഇല്ലേ, ലാൻഡ് ക്രൂസർ കൊണ്ടാണ് എടുക്കുന്നത്. നെക്സ്റ്റ് വണ്ടി ഏതാണ്? ജീപ്പ് വ്രാംഗ്ലർ. ഗ്ലാഡിയേറ്റർ ആയിരുന്നല്ലോ. ഗ്ലാഡിയേറ്റർ എന്ന് വരയ്ക്കാം ഇതിൽ. ഗ്ലാഡിയേറ്റർ. ഓക്കെ, ഇവിടെ ഗ്ലാഡിയേറ്റർ. ഓക്കെ, ഇതിലൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. പുറത്ത് പോയി, പുറത്ത് ഗ്ലാഡിയേറ്റർ. ഓക്കെ, ഇത് ഗ്ലാഡിയേറ്റർ. ഒരു പുറത്ത് നിന്നോട്ടെ. ഓക്കെ, ഇത് ഇച്ചിരൂടെ ഓക്കെയാണ്. ഞാൻ ക്രോമിൽ കയറിയിട്ട് ഗ്ലാഡിയേറ്ററിന് പകരം വ്രാംഗ്ലർ എന്ന് അടിച്ചോണ്ടിരുന്നത്. ഞാൻ ഇതിൻ്റെ ഇവിടെ സൈഡിലും വ്രാംഗ്ലർ എന്നാണല്ലോ വരച്ച് വെച്ചേ, അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, ഇത് മഞ്ഞയാക്കാം, ഓറഞ്ച്. ഇതുണ്ട്, ഇവിടെ നല്ലതാ. ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് ഞാൻ ക്ലാസ്സിൽ കളിച്ചോണ്ടിരുന്ന ഒറ്റത്തന്നല് നേരെ ബെഞ്ചിൽ പോയിടിച്ചു, ബെഞ്ചിൻ്റെ അറ്റത്ത്. എന്നിട്ട് പിന്നെ പറയാനുണ്ടോ, പുറം പൊളിഞ്ഞ് ഒരു പരുവായി മൂഞ്ചി. ഇത് നല്ലോണം 360 അടിക്കില്ലല്ലോ, 360 അല്ല 180. അപ്പോൾ ഇങ്ങനെ കയറിപ്പോവാ. ഓൾറെഡി ചെടി പിടിക്കാൻ തുടങ്ങി, എൻ്റെ വണ്ടി മൊത്തം പോയേ ചെടി പിടിച്ച്. ഹാൻഡ് ബ്രേക്ക് കിട്ടുമെങ്കിൽ കയറുമ്പോൾ നല്ല കയറ്റാട്ടത്, ഇല്ലെങ്കിൽ തെന്നി പോവും വണ്ടിക്ക്. കേരള വണ്ടി പരിഹരിക്കാൻ പോവാ, എനിക്ക് പെമ്പർ ഇങ്ങനെയാവും. മൂഞ്ചും. ഈശ്വര,
ഗ്ലാഡിയേറ്റർ ആണെങ്കിൽ ഇങ്ങനെ കയറിപ്പോൾ അങ്ങോട്ട് നടക്കുന്നത് ഹാൻഡ്ബ്രേക്ക്. കറക്റ്റാ. ഈ ഫിഫ്ത്ത് കസ്റ്റം വ്യൂ ഞാൻ ഇങ്ങനെ ഓഫ് റോഡിങ്ങിന് മാത്രമേ ഇടാറുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ദൂരെ ഇരിക്കണത് ക്യാമറ. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. പുഷ്പം പോലെ കയറുന്നുണ്ട്. അയ്യോ, റൊട്ടേഷൻ ലാമ്പ്. ആ, സേഫ്. സേഫ് ഫോർ ദിസ് കാർ എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് മാത്രമേ സേവ് ആവത്തുള്ളൂ. സേഫ് എന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും സേവ് ആവും. ഒരു വലത്തോട്ട് എടുത്തിട്ടൊക്കെ നേരെ ചാടിച്ചു പോവാ. അത് കഷ്ട. അല്ലെങ്കിൽ റെഡിയുണ്ട്. അങ്ങോട്ട് ചാടുക. എന്നിട്ട് നമുക്ക് ആ മല ഇങ്ങനെ കയറി പോവാം. ഗ്ലാഡിയേറ്റർ ആയതുകൊണ്ട് മിക്കവാറും കയറുമായിരിക്കും. ഗ്ലാഡിയേറ്റർ, ഡിഫൻഡർ, LC ഒക്കെ കയറുമായിരിക്കും ഇവിടെ. എന്തായാലും കയറാൻ ഇച്ചിരി പിടിപെടുന്നുണ്ട്. ഡ്രിഫ്റ്റ് മോഡിൽ ഇട്ടോട്ടെ. ചുവപ്പ്. കയറിപ്പോവാൻ്റെ വണ്ടി ചെറിയത് ഇതാ. എന്താ ഡാൻഡർ കിട്ടുമല്ലായിരുന്നു. പൊട്ടാനായി വളർന്നു. അയ്യോ, സൗണ്ട് കിടക്കുന്നു. ഓക്കെ, കയറുന്നുണ്ട്. അപ്പം നിങ്ങൾ ഗ്ലാഡിയേറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറിയാതെ. ഇതുകൊണ്ടായിരുന്നല്ലേ ഇത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നതിന്. എങ്ങനെയെങ്കിലും പിടിച്ച് പൊക്കിയല്ലോ ഞാൻ. അയ്യോ, ഇപ്പൊ പോ. ആ, പറഞ്ഞില്ലേ, സൂക്ഷിച്ചും കണ്ടൊക്കെ കാരണം. അല്ലെങ്കിൽ വണ്ടി വാനം വിട്ടാലെ പോവും. അയ്യോ, ഇത് ഇത്രയോട് കഷ്ടം. ആ, അതിങ്ങനെ ഒടിച്ച് കയറ്റാൻ പറ്റുമല്ലേ. ഞാൻ പറഞ്ഞു LC ഇങ്ങനെ കയറ്റുമായിരുന്നു. ശരിക്കും 20 കിലോമീറ്റർ എല്ലാവർക്കും പോയിക്കൊണ്ടിരുന്ന നേരത്തെ. അതുകൊണ്ട് 30 പോകുന്നു പറയണേ. പക്ഷെ ഇത്ര സ്പീഡൊന്നും പോകത്തില്ല. ഇത്രയും സ്റ്റീപ്പ് ആയിരുന്നില്ലേ. നിർത്തിയിട്ടിട്ട് ഡ്രോൺ എടുക്കട്ടെ. എത്ര സ്റ്റീപ്പാന്ന് കാണിച്ചു തരാവേ.
എവിടെ വണ്ടി കിടക്കണത് ആവട്ടെ കിടക്കണം. കേടാ. അയ്യോ ഹാൻഡ് ബ്രേക്ക് താത്തിയ എന്തിനാ? ഹാൻഡ് ബ്രേക്ക് താത്തിയാ പിന്നെ തീർന്നു, കഥ കഴിഞ്ഞു. ടാറ്റ ബൈ ബൈ, സി യു, ഗുഡ് ബൈ, ഗയ കത്തം. ഗ്ലാഡിയേറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കയറിയാൽ മതി നിങ്ങളൊക്കെ. ഇവിടെ നമ്മൾ എളുപ്പത്തിൽ ഇറങ്ങിയില്ലേ കേട്ടോ. വെറുതെ അത്ര ഇത് കയറണ്ട കേട്ടോ. ഗ്ലാഡിയേറ്റർ ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ നൈസായിട്ട് ചാമ്പിയാൽ മതി. പുതിയതൊക്കെ എത്ര എച്ച് പിയാ നോക്കട്ടെ. അയ്യേ 868. ഇത്രയും നാട് ഗ്ലാഡിയേറ്ററിന് എത്ര? 396. അത്ര ഇത്രയും എച്ച് പി ഉള്ള വണ്ടി, ഇത്രയും കുഞ്ഞ് എച്ച് പി ഉള്ള വണ്ടിയെ തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറയണ്ടേ ഞാൻ? എങ്ങനെ ഇരിക്കണ്? ചെളി ചെളി മൊത്തം പോയോ? ഇല്ല, കൂടിയതേ ഉള്ളൂ. കൊള്ളാം. കാണിക്കണ പോയി 414A33/414A33 ഒക്കെ ഓക്കായി ഓക്കായി കറപ്പിച്ചോളി. ആ ചെടി അയ്യേ ഇതന്നെ മതി. ഓഫ് റോഡ് മാപ്പിൽ കയറ്റാം. ഫസ്റ്റ് ഓഫ് റോഡിങ് ആണിത് ഡിഫൻഡറിൻ്റെ. നമ്മളെവിടെ പോട്ടെ? ഇവിടെ എത്തിയാൽ മതി. ആ ലുക്കൊക്കെ കുഴപ്പമില്ല. ഇതിങ്ങനെ ഇട്ട് കണ്ടോ, കളർ കുഴപ്പമില്ല. എത്രയാ? 2 എച്ച് പി കുറവ് മറ്റേ ഇതിനെക്കാട്ടിലും. ഏതാ? ഗ്ലാഡിയേറ്ററിനെക്കാട്ടിലും 2 എച്ച് പി മാത്രമേ കുറവുള്ളൂ ഇതിന്. മിററൊക്കെ ഓണിയടേ. സോ എൻ്റെ ഗ്രാഫിക് സെറ്റപ്സ് കാണിച്ചു തരാം. ഇതിന് കണ്ടോ, ടോപ്പ് ലെഫ്റ്റിലുള്ള ഈ ഐറ്റം വിൽക്കുക. എന്നിട്ട് ഇവിടെ ഫിൽമിക്ക് ഇത്തിരി ഫോഗ് കിട്ടോളി. ഇതാണ്ട് നോക്കോണേ. ചിലർക്ക് അയ്യോ കോപ്പ് ബേക്കിലായിരുന്നു. എയർ ബാഗ് SRS എയർ ബാഗ് മച്ചന്മാരെ. ഇത് ഞാൻ ഇങ്ങോട്ടൊക്കെയാണോ പോണേ? കോപ്പ് തിരി ഡിഫറൻറ്റ് ഇങ്ങോട്ടോളി. മോശം ബ്ലർ. പിന്നെ ആംബിയൻസ് ഓക്ലൂഷൻ ഓഫ് ചെയ്താൽ അത്ര ലാഗ് ആവത്തില്ല എനിക്ക്. ഫിൽമിക്സ് അല്ലെങ്കിൽ വില്യംസ് വേണ്ട, ഫിൽമിക്ക് തന്നെ നല്ലത്. നണ്ണ് ഒരിക്കലും ഇടല്ലേ, നണ്ണ് അത്ര നല്ലതല്ല. ഡിഫൻഡർ ഇവിടെ ഒക്കെ പറക്കുന്നുണ്ട് കേട്ടോ. ഡിഫൻഡർ പിന്നെ മാസല്ലേ. നാളെ ഞങ്ങൾക്ക് പ്രോഗ്രാമുണ്ട് ഇവിടെ, പള്ളിയിലത്തെ പ്രോഗ്രാം. അതിൻ്റെ വീഡിയോ ഞങ്ങൾ അയച്ചു തരാം. യൂട്യൂബിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എത്തി. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ഇനി കയറ്റാൻ തുടങ്ങാം.
കേറുന്നില്ലേ? ഇല്ല. കേറടാ അങ്ങോട്ട്. അതെന്തായാലും മറ്റേ ഗ്ലാഡിയേറ്ററിൻ്റെ അത്രയും പവർ തന്നെ ഉണ്ട്. ഗ്ലാഡിയേറ്ററിൻ്റെ അത്ര ചെളിയൊന്നും ആയിട്ടില്ല കേട്ടോ ഇതിന്. കാരണം ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് കിലോമീറ്ററുള്ളത് നമ്മൾ ആദ്യം തന്നെ ഇങ്ങോട്ടല്ലേ കൊണ്ടുവന്നേ. നമ്മൾ അങ്ങനെ ഓഫ് റോഡ് അപ്പുറത്തൊന്നും കയറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരൊറ്റ വണ്ടി കൂടെ ഉള്ളൂ. ഇത് മറ്റേതിന് ഇറക്കണോ? അല്ല, LCന്ന് ഇറക്കിയാൽ മാത്രം മതി. കയറണം അങ്ങനെ. കയറുമോനെ കയറ്. ഹായ്, സൺറൂഫിൽ കൂടെ എന്നെ കാണാൻ പറ്റുന്നുണ്ട്. റൂഫ് റാക്ക് കാരണം അത്ര നല്ല ക്ലിയർ അല്ല. ഓക്കെ, 2 HP കമ്മിയായിട്ട് കയറിയിട്ടുണ്ട്. ഡിഫൻഡർ മാസ് എന്ന് എല്ലാവരും കമൻറ്റ് ഇടുക. അപ്പം ശരി, അമ്മക്ക് LCന്ന് എടുത്തോണ്ട് വരാം. എത്ര മണിയായി? നട്ടുച്ചയ്ക്ക് ഫിലിം ചെയ്യുമ്പോൾ ഒടുക്കത്തെ ക്ഷീണം. ഇന്നലെ വന്ന് കിടന്നത് 11 മണിയായി. ഇതിലൊരു സെറ്റപ്പ് കാണിക്കാറുണ്ടല്ലോ നിങ്ങൾക്ക്. ഇത് കണ്ടോണേ, എൻ്റെ ഇവിടെ ഇട്ട് ഓൾറെഡി തുടങ്ങിയല്ലോ. ഇത് കണ്ട, ഇങ്ങനെ ഇട്ടാൽ ഇവിടെ ബേക്കിലും കാണാൻ പറ്റും. ഇതുണ്ട് ഇവിടെ, ഇതിൻ്റെ അടിയിലുണ്ട്, പിന്നെ ഇതിൻ്റെ അടിയിലുണ്ട്. ഇതിവിടെ ഈ സാധനത്തിൻ്റെ അടിയിലുണ്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അതൊന്നും ഇഷ്ടമില്ല. ഇവിടെ അങ്ങ് ചുമ്മാ വെച്ചാലോ. /59 എന്തല്ല 49 ഓക്കെ. ഒക്കെ വേദം. ഓക്കെ, ചെറുതാക്ക്. ഇനി മാത്രമായിട്ട് വെക്കാം. ഇതൊരു ചെറുതായിട്ടുള്ളത്. ശരി. ഓക്കെ, ലാൻഡ് ക്രൂസർ എങ്ങനെ നിൽക്കണേ നോക്കി നിങ്ങള്. ഇവിടെ ഉണ്ടല്ലോ എന്തായാലും. ചുമ്പാക്കിക്ക് ശരി, ഡോറിൻ്റെ ഇവിടെ വരുന്നുണ്ട്. വെള്ളമാക്കി ശരി, ഇവിടെ ഉണ്ട്. പിന്നെ അവിടെയൊക്കെ ഉണ്ട്. ഡോറിൻ്റെ ഇവിടെ ഉണ്ട്. ഈ ഐറ്റത്തിന് വണ്ടൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇവിടെ ഒരു എന്തോ ഒരു ചെവി പോലെ, അതിൻ്റെ വണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗ്രില്ലിൻ്റെ മണ്ടയ്ക്ക് ഒരു ഐറ്റം ഇല്ലേ, ഇതിൻ്റെ മണ്ടയ്ക്ക് ഉണ്ടോ? അവിടെ ശരി, എല്ലാ ഐറ്റത്തിൻ്റെ മണ്ടയ്ക്ക് ഈ സാധനം വരുന്നുണ്ട്. എത്ര ചെറുതാക്കിയാലും എത്ര വലുതാക്കിയാലും മണ്ടയ്ക്കുണ്ട്. മിറേഴ്സ് വർക്കിംഗ് ആണല്ലോ. നോക്കി, നല്ല ഗെയിം. ഇത് CPM ഉണ്ട്, കുറച്ച് ഗെയിം ഉണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രമേ ഞാൻ അങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പെറ്റിയുടെ പെരുമഴയാണ് മക്കളെ. ഒരെണ്ണം ഇച്ചിരി ഇതാ എന്തോ ഇരിപ്പുണ്ട്. സെറ്റപ്പായില്ലേ? ഇവിടെ കുളമായല്ലോ. നോർത്ത് ഏരിയയിൽ കിട്ടാൽ മതി വരേക്ക്. എങ്കിൽ മൊത്തത്തിൽ ചാമ്പും. ഞാൻ സൂപ്പറൊക്കെ ഏരിയലിൻ്റെ ഇതായിരുന്നു ഇത്.
ഫ്രണ്ട് ലോഗോയ്ക്ക് ഇത് മാത്രം മതി. ഈ 3 ഐറ്റം, 3 അല്ലല്ലോ, 3, 1, 2, 3 ഇത്ര മാത്രം മതി. ബേക്കിലേത് ഏരിയയിലാക്കൊളി. ഓക്കെ, ഇപ്പം എന്തെങ്കിലും രസമാണ്, നല്ല മാസമായിട്ട് കിടപ്പുണ്ട്. ഇച്ചിരി കൺഫിഗറേഷൻ ഉണ്ടോ? ഇല്ല, കുറച്ചത് ഇത് കുറച്ച. ഓക്കെ, ഇപ്പം നമ്മൾ ഓഫ് റോഡിങ് ടെസ്റ്റിന് പോവാം. ഇത് വൈഡാക്കിയിട്ടുണ്ട്. LC എന്ന് വെച്ചാൽ സംതിങ് തന്നെ. നമ്മുടെ പിന്നെ വീഡിയോയുടെ എൻഡിൽ നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ അല്ലല്ലോ ഇവൻ്റെ റിവ്യൂ കാണിക്കാവേ. ഫസ്റ്റ് പേഴ്സണിൽ ഇങ്ങനെ അല്ലല്ലോ. GTR എങ്ങനെ പറക്കണേന്ന് കാണിച്ചത് എനിക്ക്. ഇങ്ങനെ അടിയിലേക്ക് ഇട്ട് വെച്ചേക്ക, മോളിൽ കയറിയില്ല. ഓക്കെ, ഫീൽഡ് ഓഫ് വ്യൂ കൂട്ടണോ? ഇപ്പോൾ ഇച്ചിരി മുമ്പിലോട്ട് ഇരിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ സെറ്റപ്പായി. അതെ, ഇച്ചിരി ഈ സ്റ്റിയറിംഗ് കാണാം നമ്മുടെ ഇന്നോവേനൊക്കെ പോലെ ഉണ്ടല്ലേ. ഓക്കെ, എൻ്റെ ഹൈറ്റിൽ നമ്മൾ കിടക്കണം. ഓക്കെ, സ്ഥലം എന്തായാലും ഓർമ്മ ഉണ്ട്. ഇച്ചിരിക്ക് സൗണ്ട് കേൾപ്പിക്കാം നിങ്ങളെ. എൻ്റെ സൗണ്ട് ഞാൻ മൈക്ക് ഓഫ്. വണ്ടീനെ ഞാൻ ടർബോ ചാർജ് വെച്ചേക്കുക. മാസമായിട്ടാണ് മക്കളെ. കേൾക്കുന്നുണ്ടോ ടർബോ? എൻ്റെ മൈക്കിൽ കൂടെ കേൾക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. അയ്യോ, കുറച്ചല്ലേ. ചേ, ഇതിൽ കൂടെയായിരുന്നു തന്നെ. നേരെ അല്ലല്ലോ, ഇടത്തോട്ട് മടക്കണ്ടേ? അടുത്തോട്ട് പോവാം. ചിലപ്പോൾ മുമ്പിൽ പോയിട്ടുള്ള ഇടത്തോട്ട് വരാം. ഓക്കെ, ബമ്പർ, പുതിയ വണ്ടി ബമ്പർ പോയി കിട്ടി. ഇതിലൊക്കെ ഹെഡ്ലൈറ്റും ചാമ്പി അടിപൊളി മൂഞ്ചി കിട്ടി. മാസം സൗണ്ട് നമ്മുടെ ഫോർച്യൂണറിനെ പോലെ. ഇത് V8 എഞ്ചിൻ. ഫോർച്യൂണറിൽ V8 അല്ലല്ലോ. എത്ര സിലിണ്ടർ അതിന്? നോക്കാം. ഫോർച്യൂണർ ലാൻഡ് ക്രൂസറും ഡീസലാണെന്ന് എനിക്കറിയാം. പെട്രോൾ എഞ്ചിനും വരും ലാൻഡ് ക്രൂസറിന് ഓഫ് റോഡ് ചെയ്യേണ്ടാത്തവർക്ക്. മാനുവൽ അല്ലേ? അല്ല, ഓട്ടോമാറ്റിക്കാ. ഓപ്പ്. അയ്യോ, ഞാൻ എങ്ങോട്ട് പോണേ? എന്തായാലും മുമ്പിലോട്ട് എടുക്കാം, ഇച്ചിരി എളുപ്പമാവില്ലേ? മുമ്പിലോട്ട് എടുത്താലും ഇച്ചിരി ചെയ്യാൻ വേണം. ഇത് ഇച്ചിരി കൂടെ കഷ്ടമാണ്. LC ആയതുകൊണ്ട് കഷ്ടം തന്നെ വേണം. ശരി, LCക്ക് ഹാൻഡ് ബ്രേക്ക്, LC ആയതുകൊണ്ട് മാത്രം ഹാൻഡ് ബ്രേക്കും വേണ്ട, ഒരു തേങ്ങ വേണ്ട, നേരെ കയറി. പിന്നെ നേരെ റിപ്പയറും ആയി. ഓക്കെ, നിങ്ങളെന്തായാലും എന്നെ കമൻറ്റിൽ എന്തെങ്കിലും തെറി വിളിക്കും, അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ
ഇതിൽക്കൂടെ എന്നാ നോക്കട്ടത് കറക്റ്റാണോ ഒന്ന്. അതുകൂടെ നമ്മൾ കയറി ഫസ്റ്റ് പേഴ്സണിൽ തന്നെയാണ് ഓഫ് റോഡ് ക്യാമ്പ് കണ്ട ഇനി നോക്കിക്കോളെ. ഞങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഒന്നും കൊടുത്തില്ല. പിന്നെ നേരെ അങ്ങ് കയറുക. അത് എൻ്റെ കർത്താവേ, എന്ത് വണ്ടിയല്ലേ. അതുകൊണ്ട് കേൾപ്പിക്കാം. GTR ടെസ്റ്റിങ് ഇപ്പോൾ സെറ്റപ്പാക്കി തരാവേ. ഇനി ഒന്ന് പണ്ടൊക്കെ ഞാൻ ലാൻഡ് ക്രൂസർ വാങ്ങിച്ചിട്ട് വീല് അടിക്കായിരുന്നു ചുമ്മാ രസത്തിന്. ഇത് മാസ് ഓഫ് റോഡിങ്. ഇത് ക്ലിപ്പ് ചെയ്യുന്നുണ്ട്. അടി ഇത് കാടക്കണ്. ചാടി പൊടി ഇപ്പം സെറ്റപ്പാകുക. മൂഞ്ചി 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 മൂഞ്ചി. ഇനി നമ്മുടെ GTR സൂപ്പറിന് എടുക്കാം. GTR സർപ്രൈസാണ്. അത് ഗെയിം ഗാർഡിയൻ ആയതുകൊണ്ട് ഒരു ലോഡ് കിടക്കുക. പവർ എത്ര ഓടിച്ചാലും തീരത്തില്ല അതിൻ്റെ പവർ. പെട്രോൾ തീർന്നാൽ പവറും തീർന്നു. ഇത്തിരിയൊക്കെ റത്തത്തെ പറ്റുവേ. ഇല്ലല്ലോ 6-ലിടാം. ഹൈഡ് ചെയ്യാവേ, സൗണ്ട് ഇതാക്കാവേ. ഇവിടെ നോക്കണേ, ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തോ എക്സോസിലെ. ഇത് ഇച്ചിരി താത്തി വെക്കാവേ. ഇപ്പൊ എഡിറ്റിന്റെ ഐറ്റം കിട്ടി. ഇച്ചിരി ചിലപ്പോ ഒരു പൊടിക്ക് നന്നാക്കുവേ എഡിറ്റ്. ഇതാണ് റത്തത്ത. അവന്മാർ എന്തോന്ന് കാണിക്കണ ഇവിടെ. അപ്പൊ നമ്മുടെ GTR എടുത്ത് പറപ്പിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? മൂന്നല്ല 4-5 കണ്ടുണ്ട് JTM കാറ്. ഓക്കെ, കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 പിന്നെ വേറെ എന്തെങ്കിലും ചെടിയും 7 നമ്മുടെ GTR. ഓക്കെ, നമ്മളിപ്പോൾ നോർമൽ എഞ്ചിനാണ്, സ്റ്റോക്ക് എഞ്ചിൻ. നമ്മൾ പറപ്പിക്കുന്നതാണ് ഒന്ന്.
കേൾപ്പിച്ചറിയാം എഞ്ചിൻ്റെ സൗണ്ട് സ്റ്റോക്കാണോ ഇല്ലെന്ന് നിങ്ങൾ ഡൗട്ട് ചെയ്യും. പിന്നെ എനിക്ക് W16 ആക്സസും ഇല്ല, കാരണം ഇതുവരെ ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല W16. കോപ്പ് ഇത് എന്തിൻ്റെ സൗണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. കേട്ടുന്ന തോന്നുന്നു. ഇതിലിടാത്ത സസ്യമെങ്കിലും ഇത് ഇച്ചിരൂടെ കഷ്ടമാണ്, കാരണം ഇത് ഗെയിം ഗാർഡിയൻ വണ്ടിയല്ലാത്തതുകൊണ്ട്. ഇത് ഭയങ്കര ഓവർ പവർഡാണ്, അതുകൊണ്ട് ഇച്ചിരി നല്ല ഇത് ഏരിയയിൽ കൊണ്ടുപോകാം. ഇവിടെ എല്ലാം നല്ല ഏരിയ. ഇതിപ്പോൾ വെള്ളത്തിൽ ചാടിക്കാൻ കൊണ്ടുപോകുക. അതെന്തിനാന്ന് വെച്ചാലേ നമ്മുടെ GTRൻ്റെ ടോൾ കൊടുക്കുക എത്രയാണെന്നറിയാമോ? ഒരു 55 അടപ്പാവുമ്പോൾ നല്ല പൈസ ആവൂലോ. അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കാറില്ല, ടോൾ കൊടുക്കാറില്ല. എങ്ങനെയെങ്കിലും ഞാൻ എസ്കേപ്പ് ആകും. വണ്ടി തട്ടിയ മൂഞ്ചിയ ആയി അതൊന്നുമില്ല, ഫെൻഡർ പൊളിക്കാനുള്ളു. ഇപ്പം ഇത് സ്റ്റോക്ക് എൻജിൻ പ്ലസ് W16 ഹോഴ്സ് പവർ എന്ന് വെച്ചാൽ മാസ. അതുകൊണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് കാറായി. ഇങ്ങനെ ആ വണ്ടി ആണെങ്കിൽ എല്ലാവരുടെയും ഫേവറേറ്റ് ആവില്ല വണ്ടി എന്തായാലും. അവൈലബിൾ ആക്കണമേ. ഓട്ടോ അവൈലബിൾ ആക്കണമേ. ഞാൻ ഇച്ചിരി ഓവർ പവർഡ് ആക്കാൻ പോവാ. കിടക്കണം മൂഞ്ചി. ഇത് മോജാറ റിംസ് ആണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഫേഡിങ് കളേഴ്സാണ് രണ്ട്. വണ്ടിയും ഫേഡിങ് കളറാണ്, ചക്രവും ഫേഡിങ് കളറാണ്. എങ്ങനെ ഇരിക്കണ്? ഇത് നിലത്ത് വെച്ചാൽ ഓടത്തില്ല, ആകാശത്ത് കയറി പറക്കണം എന്നുള്ള ടൈപ്പാണ്. ഫുൾ ആക്സിലേറ്റർ കൊടുക്കാൻ പാടില്ല. ഇത് ഫുൾ ആക്സിലേറ്റർ കൊടുത്താൽ പിന്നെ മൂഞ്ചി. ആറാമത്തെ ഗിയറിലാണെങ്കിൽ ഫുള്ള് കൊടുക്കാതെ.
നടക്കണം. 60ലും കൊടുക്കാൻ പാടില്ല. ലാസ്റ്റ് ഗിയറിലെത്തുമ്പോൾ കൊടുത്താൽ മതി. നടക്കണം. എൻജിൻ ഡാമേജ് ആയാൽ പിന്നെ അത്ര പേടിക്കാനില്ല. അയ്യോ, പെട്രോള് ഇപ്പോൾ 10,000 രൂപ കൊടുക്കണം. പിന്നെ റീഫിൽ ആക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്. ടോൾ കൊടുക്കണം. നമ്മൾ ടോൾ കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ വരുമല്ലോ, കൊടുക്കത്തില്ല. ഞാൻ എൻ്റെ F1 വിറ്റപ്പോഴില്ലേ, എൻ്റെ കയ്യിൽ വേറൊരു 2 രൂപ ഉള്ളായിരുന്നു. ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇത് വാങ്ങിച്ചതാണ്. ഏതാ 919 ഹൈബ്രിഡ് പോർഷ്. അപ്പം എൻ്റെ കയ്യിൽ 888K ആൻഡ് എത്രയാ $2 ഉണ്ടായിരുന്നു. ഞാൻ 888K അത് പൊക്കി. എന്നിട്ട് പിന്നെ എത്രയാ, ഇതെന്താ 2 രൂപ ബാക്കിയുണ്ടായിരുന്നു. എത്രയാവുക അങ്ങനെ എന്തായാലും ഇന്ന് അരയ്ക്കാം. ക്യാഷ് പെന്നിൽ 490. ഇത് പെട്രോൾ അടിച്ച് കഴിയുമ്പോൾ കുറയും കേട്ടോ. കാണിച്ചത് സെൻറ്റർ നല്ല ദൂരമുണ്ട്. കാർ വാഷ് സിറ്റി വണ്ടിയിൽ നിന്ന് അടിക്കുക. ഓക്കെ, സെറ്റ്. അല്ലെങ്കിൽ ഒരു കാര്യം, ഓൾ വീൽ ഡ്രൈവിലിടാം. റിയൽ വീൽ ഡ്രൈവോ, റിയൽ വീൽ ഇട്ടാലും മറക്കും. ഓൾ വീലിൽ തന്നെ ഇടാം, എന്നാലും ഡ്രിഫ്റ്റ് അടിക്കരുത്. പക്ഷെ ഓൾ വീൽ ഇട്ടിട്ട് ഇച്ചിരി കൂടെ പറക്കാനുള്ള ഇതുണ്ടാവും. നോക്കട്ടെ പറക്കാൻ പറ്റുമെന്ന്. പറക്കാനുള്ള ഇതുണ്ട്. ഇപ്പൊ ഫുള്ള് കൊടുക്കാൻ പറ്റും. എന്താണ് നിങ്ങളവിടെ സ്പീഡോമീറ്ററിൽ നോക്കിയാൽ മതി. ഞാൻ നേരെ നോക്കിയില്ലെങ്കിൽ വണ്ടി പോകും. എന്നാലും വണ്ടി ചാമ്പും. അടക്കണം. സോ അപ്പം ശരി, ഈ വീഡിയോയുടെ എന്താണ്, ഇപ്പോൾ 1 മണിക്കൂറായി വീഡിയോ എടുത്തിട്ട്. സോ പ്ലീസ് ലൈക്ക്, പ്ലീസ് സബ്. അപ്പം ശരി, ടാറ്റ, ബൈ ബൈ, സി യു, ഗുഡ് ബൈ, കഥ.